എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ മുപ്പട്ട് ശനിയാഴ്ചയാണ്. അയ്യപ്പസ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് ശനിയാഴ്ച. നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്ത് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് തൊഴുക. അതുപോലെ ശനിദോഷ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ശനിയാഴ്ചയും അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴേണ്ടതാണ്. മാത്രമല്ല, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ വഴിപാടുകളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നീരാഞ്ജനം കഴിക്കാം, എള്ളുതിരി കഴിക്കാം, അതുപോലെ തന്നെ എള്ളുപായസം ഉള്ള അമ്പലങ്ങളുണ്ട്, അവിടെ അത് ചെയ്യാം. എന്താണ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ആ വഴിപാട് ചെയ്ത് നമുക്ക് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന എത്രമാത്രം കൂടുന്നു അത്രമാത്രം നമ്മുടെ ദോഷങ്ങളും കുറഞ്ഞു കിട്ടും. അപ്പോൾ വിശ്വാസത്തോടു കൂടി പോയി ഇതൊക്കെ ചെയ്യുക, ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഭഗവാന്റെ നാമങ്ങൾ നന്നായിട്ട് ജപിക്കുക. അത്രയും നമ്മുടെ ദോഷദുരിതങ്ങൾ കുറയും. കാരണം നാമജപത്തിന് അത്രയും വലിയ ശക്തിയാണുള്ളത്. അതുപോലെ തന്നെ നാളെ ഹനുമാൻ സ്വാമിക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ശനിയാഴ്ച. ഹനുമാൻ സ്വാമിയെ ഉപാസിക്കുന്ന ആൾക്കാരെ ശനി തൊടില്ല എന്നാണ് പറയാറ്. അപ്പോൾ തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമിയെ നല്ലോണം ഭജിച്ചോളൂ. അടുത്ത അമ്പലം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് അവിടെയും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ഹനുമാൻ ചാലീസ ചൊല്ലി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നാളെ അതിന് പറ്റിയ ദിവസമാണ്. ഹനുമാൻ ചാലീസ ചൊല്ലാനായിട്ട് ഏറ്റവും പറ്റിയ ദിവസമാണ് നാളെ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം മനസ്സിൽ വിചാരിച്ച് ആ കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തുടർച്ചയായിട്ട് 11 ദിവസം, ഒരു ദിവസം 11 തവണ വെച്ച് 11 ദിവസം ജപിക്കുക. അത് ഒരേ സമയത്ത് ജപിക്കുകയാണ് വളരെ വിശേഷം. നമ്മളൊരു സമയം കണക്കാക്കി ആ ഒരു പ്രത്യേക സമയത്ത് എല്ലാ ദിവസവും ജപിക്കുക. ഒരു ദിവസം 11 വെച്ചിട്ട് എല്ലാ ദിവസവും ജപിക്കുക. അതിന് പറ്റിയ ദിവസമാണ് നാളെ. അത് തുടങ്ങാൻ വേണ്ടി പറ്റിയ ദിവസമാണ് നാളെ. പക്ഷേ ഈ ഹനുമാൻ ചാലിസ ജപിക്കുന്നതിന് മുമ്പും അതിന് ശേഷവും ശ്രീരാമസ്വാമിയെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ശ്രീരാമ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഫലം വളരെ അധികമായിട്ട് നമ്മൾ വിചാരിച്ച കാര്യം വളരെ പെട്ടെന്ന് നടന്നു കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും വളരെ നല്ല ദിവസമാണ് നാളെ. എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും വളരെ പെട്ടെന്ന് നടക്കട്ടെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഏറ്റവും പെട്ടെന്ന് മാറിക്കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.